നമ്മൾ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പൊ UDF LDF തമ്മിൽ തർക്കിക്കുന്ന പോലെയല്ല നിങ്ങൾ പ്രകൃതി നിയമങ്ങളുമായി തർക്കിക്കുന്നത്. പ്രകൃതിയോട് നിങ്ങൾക്ക് അങ്ങനെ തർക്കിക്കാൻ പറ്റില്ല. അഭിമാന പദ്ധതി എന്ന പേരിൽ എല്ലാ അഭിമാനവും നടത്തിയിട്ട് എന്ത് ഗുണമുണ്ടായി നമുക്കറിയില്ല. വയനാട്ടിൽ ഒരു സീറ്റ് കിട്ടിയില്ല, കോഴിക്കോട് പോലും ആ പോണ പ്രദേശം മുഴുവൻ സീറ്റും പോയി. എന്നിട്ട് എന്താ അതുകൊണ്ട് എന്ത് നേട്ടം സർക്കാരിന് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായില്ല. കിഫ്ബിയാണ് ഇതിന്റെ ഏജൻസി. കിഫ്ബി നിർബന്ധം പിടിച്ചു. അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റുകാർ ഒന്ന് പറഞ്ഞു അയ്യോ ഇതിൽ കുഴപ്പമുണ്ട്. കിഫ്ബി പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഡിസാസ്റ്ററൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട, പരിസ്ഥിതിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സർക്കാർ കാലാവധി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണം ആണ് ആവശ്യം. അതുപോലെ ഷൈലോക്കിനോട് പറയാണ് രക്തം ചിന്താതെ മാംസം എടുത്തോളാൻ പറയുന്ന പോലെയുള്ള ഒരു കളിയാണ്. രക്തം ചിന്താതെ മാംസം എടുക്കാൻ ഷൈലോക്ക് പിന്നെ ബുദ്ധിയുള്ളവൻ ചെയ്തില്ല. പക്ഷെ ഇവിടെ എന്താ, രക്തം ചിന്താതെ മാംസം എടുത്താലും കുഴപ്പമില്ല എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. പോളിസി ഡിസിഷനാണ്. LDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു വയനാട് തുരങ്കപാത എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം വയനാട് ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറുന്നതിന് മുൻപ് ചെറുതാണെങ്കിലും മറ്റൊരു ദുരന്തത്തിലേക്ക് വയനാട് എത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. പുതിയ സർക്കാരിന്റെ നിലപാട് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം പരസ്പരം പഴിചാരുകയാണ്. ഞങ്ങളല്ല, അവരത് നോക്കിയില്ല, കമ്പനിയുടെ തെറ്റാണ്, പരിശോധിക്കാം. ഇത്തരം ന്യായങ്ങളല്ല ജനങ്ങൾക്ക് വേണ്ടത്. പ്രത്യേകിച്ച് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടത് ഇത്തരം ന്യായങ്ങളല്ല, ന്യായീകരണങ്ങളല്ല. മരിച്ചവർക്ക് 5 ലക്ഷം രൂപ കൊടുത്താൽ ആ കുടുംബത്തിൽ നിന്ന് നഷ്ടം, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ മരിച്ച ആൾക്ക് പകരം 5 ലക്ഷമല്ല 10 ലക്ഷം രൂപ കൊടുത്താലും മതിയാകില്ല. അപ്പോൾ മാറി മാറി വന്ന സർക്കാരുകൾ വയനാട്ടുകാരോട് ചെയ്തത് ക്രൂരതയല്ലേ? പുതിയ സർക്കാരും വയനാടിനെ ചേർത്ത് പിടിച്ചില്ല എന്ന് പറയേണ്ടി വരില്ലേ? പുതിയ സർക്കാരിനെ പറ്റി അങ്ങനെ പറയാറായിട്ടില്ല. കാരണം ഞാൻ അത്ര കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കുന്നു. പുതിയ സർക്കാർ അവരുടെ രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. പക്ഷെ ഈ പദ്ധതി തീരുമാനിച്ചത് ആരായാലും വലിയ ദുരന്തമാണ് ഇതിനുണ്ടായത്. ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠനങ്ങൾ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വയനാടിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടും അതിന് മുമ്പും അതിന് ശേഷവും നിരവധി റിപ്പോർട്ടുകൾ വളരെ എക്കോളജിക്കലി സെൻസിറ്റീവായ മേഖലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ അവരുടെ ജോലിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരും ശ്രമിച്ചത് താമരശ്ശേരി ചുരം എന്ന അത് കടന്നു കെട്ടാൻ ഞങ്ങളൊരു ബദൽ പാത ഉണ്ടാക്കുന്നു. അത് അവരൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. ഞാനവർ ആ രീതിയിൽ തെറ്റൊന്നും പറയില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇടുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇടുമ്പോൾ ഒരു സർക്കാർ ഗൗരവതരമായി കാണേണ്ടത് അത് ഏതർത്ഥത്തിലാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിയുക. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റ് എടുക്കുമ്പോഴും അതിൻ്റെ സാമ്പത്തിക കാരണങ്ങൾ, സാമൂഹിക കാരണങ്ങൾ, പാരിസ്ഥിതികം ഇപ്പോൾ വളരെ പ്രത്യേകതയുള്ളതാണ്. പാരിസ്ഥിതികവും ഡിസാസ്റ്ററും ദുരന്തവും. ഈ പദ്ധതി വിഭാവനം ചെയ്യുന്ന കാലം മുതൽ ഇതിനെ എതിർക്കുന്ന ആളുകളാണ് ഞങ്ങൾ. നമ്മൾ പിന്നെ വികസന വിരുദ്ധരാണ്, ദേശവിരുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധയോടെ ഇത് ചെയ്യാവൂ എന്ന് അന്ന് മുതൽ പറയുന്ന ആളുകളാണ്. അതിന് കാരണം ഞങ്ങൾ മാത്രമല്ല, ഇതിനെപ്പറ്റി സർക്കാരിൻ്റെ ഏജൻസീസ് പഠിച്ചു കൊടുത്ത റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പദ്ധതി തന്നെ സ്റ്റേറ്റ് ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. ആ സ്ഥാപനം ആദ്യം ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയതാണ്. അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വയനാട് സെൻസിറ്റീവാണ്, എക്കോളജിക്കൽ സെൻസിറ്റീവാണ്. 2018 മുതൽ ഇങ്ങോട്ട് അവസാനം 2024 നമ്മൾ ലോകം മറക്കാത്ത മഹാദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായത്. ഇന്നും അതിൻ്റെ വേദന അടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ പുനരധിവാസം തർക്കം അതൊക്കെ ഉണ്ട്. ഇപ്പോഴും മരിച്ചവർ എത്ര പേരുണ്ടെന്നുള്ള ഇപ്പോഴും പൂർണ്ണമായ കണക്ക് കിട്ടിയോന്ന് പോലും അറിയില്ല. അതുണ്ടാക്കിയ നാശം എന്ന് പറയുന്നത്, അതുണ്ടാക്കിയ ട്രോമ മാത്രം മതി. അതിൻ്റെ മാത്രം വില നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടായ ട്രോമ അടക്കം. അപ്പോൾ അവരിപ്പോൾ ഇപ്പോഴും കൃഷി നശിച്ച്, കുടുംബം നശിച്ച്, കടബാധ്യതയിൽപ്പെട്ട് വീട്ടിൽ താമസിക്കാൻ കഴിയാതെ പകുതിയിലധികം വീട്ടുകാർ ഇപ്പോഴും സർക്കാർ കൊടുത്ത വീട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സർക്കാരുകളുടെ പരിമിതിയാണ്, ഞാനല്ല എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു തുരങ്കപാത ഉണ്ടായേ പറ്റൂ എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് അത്ര ശരിയാണോ എന്ന ചോദ്യം എനിക്കുണ്ട്. കാരണം ഇന്ന് നമ്മൾ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ UDF LDF തമ്മിൽ തർക്കിക്കുന്ന പോലെയല്ല നിങ്ങൾ പ്രകൃതി നിയമങ്ങളുമായി തർക്കിക്കുന്നത്. പ്രകൃതിയോട് നിങ്ങൾക്ക് അങ്ങനെ തർക്കിക്കാൻ പറ്റില്ല. നിങ്ങൾ തർക്കിച്ചാൽ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി എന്നൊക്കെ പറയുന്ന പഴയ സിദ്ധാന്തമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കിയെങ്കിൽ ചൂരൽമലയും മുണ്ടക്കൈയും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇല്ലല്ലോ. മനുഷ്യന് പരിമിതിയുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ക്രൈസിസ്. വയനാട് നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്.
അവിടുത്തെ ഹൈഡ്രോളജി, വെള്ളത്തിൻ്റെ നീരൊഴുക്ക് വളരെ പ്രത്യേകമായി പഠിക്കപ്പെടേണ്ട കാര്യമാണ്. സോയിൽ പൈപ്പിംഗ് പോലെയുള്ള പ്രതിഭാസങ്ങളുണ്ട്. അവിടെ മണ്ണ് പശിമയുള്ളതാണ്. മണ്ണും പാറയും തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിൽ വിള്ളലുണ്ടായാൽ അതിവർഷമുണ്ടാവും. അതിവർഷമുണ്ടായാൽ അതിലൂടെ വെള്ളം വല്ലാതെ ഉള്ളിലേക്ക് ഒഴുകും. അങ്ങനെ ഒഴുകിയാൽ മണ്ണും പാറയൊക്കെ താഴേക്ക് വലിച്ചു വരും. ഇതൊന്നും ഇനി നമ്മൾ താത്വികമായി എക്കോളജിക്കലി സെൻസിറ്റീവ് ആണെന്നൊന്നും ഇനി പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പാരിസ്ഥിതിക പഠനം നടത്തിയ ഏജൻസികൾ, ജിയോളജിക്കൽ ഏജൻസികൾ എല്ലാവരും തന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ സർക്കാർ, അവിടെയാണ് സർക്കാർ തെറ്റുപറ്റിയത്. ഇപ്പോൾ ഒരു വിദഗ്ധനുണ്ടെങ്കിൽ ആ വിദഗ്ധന്റെ അഭിപ്രായത്തിന്, അല്ലെങ്കിൽ ഒരു സംഘം വിദഗ്ധരെ സർക്കാർ നിയോഗിച്ചാൽ അവരുടെ അഭിപ്രായത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം. അതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ ശരിയാ, അതിനെ മറികടക്കാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ശരിയാ. അല്ലാതെ ഇപ്പോൾ ഒരാൾ ഒരു രോഗിയെ ഡോക്ടർ പരിശോധിക്കാൻ വന്നിട്ട് അയാൾ മരിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ മന്ത്രി പറയുകയാണ് അയാൾ മരിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു അയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. കാരണം ഒരു സയന്റിഫിക് ട്രൂത്ത് ഉണ്ട് അവിടെ, ശാസ്ത്ര സത്യമുണ്ട്. അതാണ് നമ്മൾ ശാസ്ത്രീയത എന്ന് പറയുന്നത്. ശാസ്ത്രീയത എങ്ങനെയും മറികടക്കാം. മന്ത്രി പറഞ്ഞു, അല്ലെങ്കിൽ ഏത് മന്ത്രിയായാലും മന്ത്രി പറഞ്ഞു, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു എന്നുള്ളതില്ലല്ലോ. ചീഫ് സെക്രട്ടറിക്ക് അല്ലല്ലോ അയാൾ മരിച്ചോ ഇല്ലയോ എന്നറിയാം. അപ്പൊ ആ ശാസ്ത്രീയ സത്യം അവിടെ ഉണ്ട്. ആ സത്യത്തെ നിങ്ങൾക്ക് അറിയാൻ കഴിയണം, അത് അംഗീകരിക്കണം, അതാണ് കാര്യം. പക്ഷെ ഇവിടെ അംഗീകരിച്ചില്ല. ഈ പറഞ്ഞതുപോലെ അഭിമാന പദ്ധതി എന്ന പേരിൽ എല്ലാ അഭിമാനവും നടത്തിയിട്ട് എന്ത് ഗുണമുണ്ടായി നമുക്കറിയില്ല. വയനാട്ടിൽ ഒരു സീറ്റ് കിട്ടിയില്ല, കോഴിക്കോട് പോലും ആ പോണ പ്രദേശം മുഴുവൻ സീറ്റും പോയി. എന്നിട്ട് എന്താ അതുകൊണ്ട് എന്ത് നേട്ടം സർക്കാരിന് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും തുരങ്കപാത എന്ന പദ്ധതി അംഗീകരിക്കാൻ വരുമ്പോൾ അത് നടപ്പാക്കുന്ന കിഫ്ബി എന്ന് പറയുന്ന ഏജൻസിയാണ്. എനിക്ക് കിഫ്ബിയെ പണ്ട് മുതലേ എനിക്കൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഭയങ്കര അപകടമുള്ള ഒരു സംഗതിയാണ്. കാരണം ആരോടും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഏജൻസി പോലെയാണ്. സർക്കാരിന് ഇഷ്ടമുള്ള കുറേ ആളുകളെ വെക്കുക, റിട്ടയർഡ് ചെയ്ത ചീഫ് സെക്രട്ടറിയെ അല്ലെങ്കിൽ അതിൻ്റെ ആളായിട്ട് വെക്കുക, ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികളുണ്ട്. എന്നുവെച്ചാൽ ഒരു റെസ്പോൺസിബിൾ സംവിധാനം പോലെ എനിക്ക് കിഫ്ബി തോന്നിയിട്ടില്ല. അവർ പിന്നെ 100 കോടി 120 കോടി രൂപ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കുക. ഇത്തരം കലാപരിപാടികളൊന്നും ഒരു സ്ഥാപനത്തിന് യോജിച്ചതല്ല എന്നാണ് ഞാനിപ്പോഴും കണക്കാക്കുന്നത്. ഏതായാലും കിഫ്ബിയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. രാഷ്ട്രീയമായി പോലും സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പം എന്ത് സംഭവിച്ചു? ഈ പാരിസ്ഥിതിക റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവര് അത് പറ്റില്ല, മാറ്റണം, നിർബന്ധം പിടിച്ചു. ഉറപ്പാണ്, കിഫ്ബിയാണ് ഇതിൻ്റെ ഏജൻസി. കിഫ്ബി നിർബന്ധം പിടിച്ചു. അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റുകാർ എന്ന് പറഞ്ഞു അയ്യോ ഇതിൽ കുഴപ്പമുണ്ട്. കിഫ്ബി പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഡിസാസ്റ്ററൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട, പരിസ്ഥിതിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സർക്കാർ കാലാവധി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണം, ആണ് ആവശ്യം. അപ്പൊ പദ്ധതി നടക്കുമെന്നറിയാതെ ഉദ്ഘാടനം ചെയ്യണം തീരുമാനിക്കുന്നതിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ചു. അതൊന്നും. അത് കഴിഞ്ഞു SCAC എന്ന് പറയുന്ന ഇവിടുത്തെ പരിസ്ഥിതി കമ്മിറ്റി കൊണ്ട് നിർബന്ധമായും അനുമതി കൊടുപ്പിച്ചു. അവർ കുറേ വ്യവസ്ഥകൾ എഴുതി. അതും കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. അപ്പൊ അവർ നോക്കിയപ്പോഴും ഇതിൽ കുഴപ്പമുണ്ട്. അവർ 50 വ്യവസ്ഥ വെച്ചു. സാമാന്യ ബുദ്ധിക്ക് ഉള്ള നമുക്കാണെങ്കിലും ആ വ്യവസ്ഥ വായിച്ചാൽ ആ പദ്ധതി നടപ്പാവില്ല. വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഷൈലോക്കിനോട് പറയാണ് രക്തം ചിന്താതെ മാംസം എടുത്തോളാൻ പറയുന്ന പോലെയുള്ള ഒരു കളിയാണ്. രക്തം ചിന്താതെ മാംസം എടുക്കാൻ ഷൈലോക്ക് പിന്നെ ബുദ്ധിയുള്ളവൻ ചെയ്തില്ല. പക്ഷെ ഇവിടെ എന്താ, രക്തം ചിന്താതെ മാംസം എടുത്താലും കുഴപ്പമില്ല എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. പോളിസി ഡിസിഷനാണ്. ഗവൺമെന്റ് എന്ത് തീരുമാനിക്കാം, പക്ഷേ ശാസ്ത്രീയമായുള്ള കാര്യങ്ങൾ അറിയാതെ തീരുമാനിക്കരുത്. ഞാൻ അതിലെ സിമ്പിളായ 3 വ്യവസ്ഥ പറയാം. അല്ല വ്യവസ്ഥ 1, പാറമട തുറക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. പാറമട പിന്നെ ഇങ്ങനെ ഈ ചെറിയ സേഫ്റ്റി പിന്നിട്ടാണല്ലോ തുറക്കണേ. പാറമട തുറക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. വൈബ്രേഷൻ ഉണ്ടായാൽ അത് അവിടെ അല്ല, ആ പാറയുടെ മൊത്തം ലെങ്ത്തിൽ അത് ബാധിക്കും. പാറയും മണ്ണും തമ്മിലുള്ള ബന്ധം മാറും. അതുകൊണ്ട് വെള്ളം അതിവർഷം വന്നാൽ ഇത് തുറക്കുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. തുറന്ന് കഴിയുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും, മണ്ണും പാറയും തമ്മിൽ ബന്ധം നിൽക്കും. അതിവർഷം പെയ്യുമ്പോൾ അതിലെ വെള്ളം വീഴുന്നുണ്ട് വീഴും. ഇത്രേ ഉള്ളൂ. അപ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാതെ പാറ തുറക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പാറ തുറക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും പറ്റില്ല. അപ്പോൾ ഒരു വ്യവസ്ഥയത്. രണ്ടാമത്തെ ഒരു വ്യവസ്ഥ, ഇതിന്റെ ഹൈഡ്രോളജിക്കൽ പാത്ത് പഠിക്കണം. എന്നുവെച്ചാൽ വെള്ളം പോകുന്ന വഴികൾ പഠിക്കണം. ഈ വ്യവസ്ഥ നടപ്പാവില്ല. വെള്ളം പോകുന്ന വഴി പഠിച്ചാൽ ഈ തുറങ്ങുണ്ടാക്കാൻ പറ്റില്ല. ഇതിന്റെ ജിയോളജിക്കൽ, അതായത് ഭൗമശാസ്ത്രപരമായി മണ്ണിന്റെ സ്വഭാവം, കയറ്റിറക്കം പഠിക്കണം.
കാലാവസ്ഥ വ്യതിയാനം പഠിക്കണം. മറ്റൊന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സാധ്യതകൾ പഠിക്കണം. മണ്ണ് എങ്ങോട്ട് മാറ്റണം. ഇപ്പം മണ്ണ് മാറ്റുന്നതാണല്ലോ ഒരു വലിയ പ്രശ്നമായത്. മണ്ണെടുത്താൽ എങ്ങോട്ട് മാറ്റണം, എവിടെ സ്റ്റോർ ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ. ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മുഴുവൻ അറിയാം. എങ്കിലും ഈ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആ പെർമിഷൻ ഉപയോഗിച്ചു. ആദ്യം കിഫ്ബി നമ്മുടെ കൊങ്കൺ റെയിൽവേക്ക് കൊടുത്തു. അപ്പൊ ആർക്കും അതിന് പ്രാഥമിക ഉത്തരവാദിത്തം കിഫ്ബിക്കാണ്. കിഫ്ബി കൊങ്കൺ റെയിൽവേക്ക് കൊടുക്കുമ്പോൾ അവർ, ഞാൻ എൻ്റെ സബ് കോൺട്രാക്ടറോട് പറയുമ്പോൾ ഞാൻ പറയേണ്ട കാര്യം എന്താ, ഇന്ന വ്യവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ, വ്യവസ്ഥ ലംഘിച്ചാൽ നിങ്ങളുടെ പണി പോകും. അയാൾ വേറെ ദിലീപ് ബിൽഡ്കോൺ എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്ക് കൊടുത്തു. അയാളോട് പറയണ്ടേ? അപ്പൊ അന്തിമമായി ഈ വ്യവസ്ഥകൾ പാലിക്കാൻ ആരാണ് ബാധ്യതപ്പെട്ടത്? അപ്പൊ ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടൊരു കാര്യം. എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചു. ഒരു പഠനം നടത്തിയില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഇത് ലംഘിച്ചു. ഈ പറഞ്ഞ പോലെ പാറ ഖനനം ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളത് ലംഘിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം എന്ത് പറ്റി? അവസാനം അപകടം ഉണ്ടായി. അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരാണോ ഇപ്പോഴത്തെ സർക്കാരോ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സർക്കാരാന്നുള്ളതല്ലല്ലോ. നമ്മൾ നികുതി കൊടുക്കുക എല്ലാ സർക്കാരിനും. മുഖ്യമന്ത്രി മാറി എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഒരു ലോക്കൽ സ്റ്റാൻഡുള്ള ഒരു കാര്യം, അദ്ദേഹം അന്ന് തന്നെ ഈ പ്രോജക്റ്റ് വരുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ ജിയോളജിക്കൽ പരിശോധന നടത്തണം എന്ന് അദ്ദേഹത്തിനെ കളിയാക്കിയത് മണ്ണ് പരിശോധകൻ എന്നാണ് പറഞ്ഞതാണ്. അത് ചെയ്തില്ല. പരിസ്ഥിതി നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിച്ചുകൊണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തർക്കം എന്താ? ഇവര് കോൺട്രാക്ടർ പറഞ്ഞു ഞങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ? ആരാ പരിശോധിച്ചേ? എവിടെയാ പരിശോധന നടത്തി? ഇപ്പോൾ ഒരു ഉദാഹരണം, കഴിഞ്ഞ 25-ാം തീയതിയാണ് മണ്ണ് കൂട്ടിയിട്ടത് മാറ്റണം എന്ന് പറഞ്ഞു. മണ്ണ് കൂട്ടിയിട്ടത് മാറ്റണം എന്ന് പറഞ്ഞു, അവർ മാറ്റിയില്ല. അപ്പോ അത് ആരെങ്കിലും പിന്നെ പരിശോധിച്ചോ? ഡിസാസ്റ്റർ മാനേജ്മെന്റുകാർ പിന്നെ പോയി നോക്കിയോ? ജില്ലാ ഭരണകൂടം പോയി നോക്കിയോ? ഞാൻ പറഞ്ഞത്, ഞാനിത് ജില്ലാ ഭരണകൂടമോ സംസ്ഥാന ഭരണകൂടമോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോ പഴയ മുഖ്യമന്ത്രിയോ എന്നുള്ളതല്ല. നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏത് കാലത്തായാലും, ഇപ്പം എന്തായാലും തൽക്കാലം അതിന് നിർമ്മാണം നിർത്തിവെച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. കാരണം പഠനം നടത്താതെ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നാളെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞ ഗവൺമെന്റ് ഏതാണ്, ഈ ഗവൺമെന്റ് ഏതാണെന്ന് പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ പിന്നെ എന്തിനാ തുടർന്നേന്ന് ചോദിക്കില്ലേ? കഴിഞ്ഞ ഗവൺമെന്റ് ഏതാണ്ട് തുടർന്നു എന്ന് പറയില്ലേ? ഈ പുതിയ ഗവൺമെന്റിന് പോലും ഈ മുഖ്യമന്ത്രിക്കും ഒരു ദുരന്തം ഉണ്ടാവേണ്ടി വന്നത് പരിശോധിക്കാൻ. ഞാൻ അവിടെയാണ് എൻ്റെ പ്രശ്നം. ഈ ഗവൺമെന്റിനോട് എനിക്കുള്ള വിരോധം കുറച്ച് പോപ്പുലിസ്റ്റ് അല്ലാതാവട്ടെ. അവർ അധികാരം ഏൽക്കുമ്പോൾ ഇന്ന വ്യവസ്ഥകളുണ്ട്, ഈ വ്യവസ്ഥകൾ നിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ നടത്തണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. പക്ഷെ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം ജനകീയമായ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുവന്നത്. ഇപ്പോ ബ്ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അന്നത്തെ, ആ മുഖ്യമന്ത്രിക്ക് അന്ന് നോക്കാലോ വൈബ്രേഷൻ ഉണ്ടോന്ന്. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടോ നോക്കാലോ, അതിനുശേഷം വൈബ്രേഷൻ ഉണ്ടായി നോക്കാലോ. ഞാൻ പറയുന്നത് ഇനി ഇതൊരു കേവലം ആരെങ്കിലും കുറ്റപ്പെടുത്താനുള്ള അന്വേഷണമല്ല, ആരെങ്കിലും ശരിയോ തെറ്റോ എന്ന് പറയാനുള്ള അന്വേഷണമല്ല. ഇനി വിശദമായി ഇതിനെപ്പറ്റി അന്വേഷിച്ച ഇവരാരൊക്കെ തെറ്റായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ PWD പരമബദ്ധമായ റിപ്പോർട്ട് കൊടുത്തു എന്നർത്ഥം. ഇത് എക്കോളജി സെൻസിറ്റീവ് അല്ലാന്ന്. അപ്പൊ PWD അങ്ങനെ കൊടുക്കണമെങ്കിൽ എഞ്ചിനീയർമാർ അങ്ങനെ കൊടുക്കില്ലല്ലോ. എഞ്ചിനീയർമാർക്ക് വെറുതെ വീട്ടിലിരുന്നിട്ട് ഇതിങ്ങനെ തെറ്റ് കൊടുക്കേണ്ട കാര്യമല്ലോ. നാളെ അത് പിടിക്കപ്പെടുമെന്ന് അറിയാലോ. അപ്പൊ PWD മന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ടോ? നമുക്കറിയില്ല. അപ്പോൾ ഇനി അത് വരാൻ പാടില്ല. ഇനിയുള്ള ഒരു സ്റ്റെപ്പും പോപ്പുലിസ്റ്റായ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ പാടില്ല. സതീശന്റെ സർക്കാർ ചെയ്യേണ്ടത് വളരെ സയന്റിഫിക് ആയിട്ട് മാത്രമേ പോകും. ജനങ്ങൾ ചിലപ്പോൾ എതിർത്തു എന്നൊക്കെ വരും. അയ്യോ നാളെ CBI തന്നെ ബഹളം ഉണ്ടാക്കും, പദ്ധതി ഉപേക്ഷിച്ചു, പദ്ധതി ഇല്ല എന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല, അതിലൊന്നും ഒരു കുഴപ്പമില്ല. KRL പദ്ധതി ഉപേക്ഷിച്ചില്ലേ? ജനങ്ങൾ വല്ലതും എതിരായ? KRL പദ്ധതി ഭയങ്കര ഫ്ലാഗ്ഷിപ്പാന്ന് കൊണ്ടുവന്നിട്ട് LDF ഗവൺമെന്റ് വല്ല ഗുണമുണ്ടായ? ഈ പദ്ധതി തന്നെ ഇപ്പൊ രാഷ്ട്രീയമായി മൊത്തം എടുത്ത് നോക്കൂ നീ, അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. ഈ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ഗവൺമെന്റിനെതിരാകും? ഒന്നുമില്ല. നേരെ മറിച്ച് ദുരന്തം ഉണ്ടായാൽ സർക്കാരിനെതിരാകും. അപ്പൊ അതുകൊണ്ട് ദുരന്തം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ആ കടമയിൽ നിന്ന് ഈ സർക്കാർ മുന്നോട്ട് പോകാൻ പാടില്ല. പ്രത്യേകിച്ചും ഇത് ദുരന്ത സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ അധികാരത്തിലിരിക്കണത്. ഒരറിയാത്ത ആളല്ല. ഈ സർക്കാരിന്റെ വീഴ്ച എന്ന് പറയുന്നത്
അധികാരത്തിലേക്ക് കയറുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമായിരുന്നല്ലോ. കാര്യം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായ വിമർശനങ്ങൾ നടത്തിയ ആൾ, അല്ലെങ്കിൽ സർക്കാർ വിമർശനം നടത്തിയ മുന്നണി അധികാരത്തിലേറുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഉത്തരവാദിത്തമില്ലാത്തല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന രീതി ഒന്നും ശരിയല്ലല്ലോ. അല്ല, അത് കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇവർക്കിത് ഒരു കാര്യം ഞാൻ സമ്മതിക്കാം. ഗവൺമെന്റ് വന്നിട്ട് തുരങ്കപാത അങ്ങ് നിർത്തിവെച്ചാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇമ്പാക്ട്? ഇവർക്കും ഒരു ദുരന്തം ഉണ്ടായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് താത്വികമായ നിലപാടെടുക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പൊ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ശരിയായ നിലപാടെടുത്ത് പോകാൻ കഴിയില്ല. കാരണം അനുഭവം ഉണ്ടാവണം. അനുഭവം ഉണ്ടായാൽ ഇപ്പൊ ഇനി സതീശന് ധൈര്യമായിട്ട് പറയാം ഞാൻ ഇതാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ 2018 മുതലുള്ള ദുരന്തം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ പശ്ചിമഘട്ടം പാരിസ്ഥിതികമായി ദുർബലമാണ് എന്നുള്ള 2011 ഗാഡ്ഗിൽ പറഞ്ഞ കാര്യം ആരെങ്കിലും വിശ്വസിക്കും? ഇല്ല. 2018 മുതൽ നിരന്തരം ആവർത്തിക്കുന്നുണ്ടല്ലേ ഇപ്പൊ നമ്മൾ നിങ്ങളൊരു ചർച്ച ചെയ്യണേ, അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യൂ? ഇല്ലല്ലോ. പാരിസ്ഥിതിക ദുർബലം എന്ന് പറഞ്ഞാൽ എന്തോ താത്വികമായ വിശകലനമാണെന്ന് വിചാരിക്കുള്ളൂ ആൾ. ഇതൊരു താത്വിക വിശകലനം അല്ല. ഞാനീ പറയുന്നു പാരിസ്ഥിതികം എന്ന വാക്ക് പോലും ഉപയോഗിക്കണ്ട, ദുരന്തം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. ദുരന്ത നിവാരണം അല്ലെങ്കിൽ ദുരന്തം ഒഴിവാക്കലാണ് ഇപ്പൊ പ്രശ്നം. അല്ലാണ്ട് പക്ഷി പോണതോ പശു പോണതോ അനത്താര പോണതോ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടാമത്തെ വിഷയമാണ്. മഹാദുരന്തത്തിലേക്ക് പോകുന്നു ക്ലൈമറ്റ് ചേഞ്ചിന്റെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇനി കേരളം ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥാ അനിശ്ചിതത്വം നേരിടാൻ ശേഷിയുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇതിനേക്കാൾ വലിയ നാശങ്ങൾ ഒഴിവാക്കാം.